രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ സ്റ്റേറ്റിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നേതാവാവുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വാഭാവികമായും താല്പര്യം. ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരു വലിയ ഫിഗറായി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ വരവ് നമ്മൾ കണ്ടു, അദ്ദേഹം എമർജ് ചെയ്തിരിക്കുന്നു, പപ്പു എന്നുള്ളത് പഴങ്കഥയായിരിക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുള്ള അപദാനങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ആകെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒപ്പം നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരിഹാസങ്ങളും പതുക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CSDSന്റെ സർവേ അനുസരിച്ച് ഉത്തർപ്രദേശിലെ മോസ്റ്റ് പോപ്പുലർ നേതാവാകുന്നു. അദ്ദേഹം റായ്ബറേലി ജയിക്കുന്നു. അദ്ദേഹത്തിന് ഉചിതനായ ഒരു സഖ്യകക്ഷി പാർട്ട്ണറെ ഉത്തർപ്രദേശിൽ കിട്ടുന്നു. ബീഹാറിലും മികച്ചൊരു സഖ്യമുണ്ട്. അവിടെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗംഗാ സമതലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, എനിക്കൊന്ന് 90-കൾക്ക് ശേഷം ആ നിലയ്ക്ക് വരുന്നത്, നരസിംഹറാവു തൊട്ടിങ്ങോട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്നത് മുതലാണ് കോൺഗ്രസിന്റെ പതനം തുടങ്ങുന്നത്. അപ്പോൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച ഒരു കോൺഗ്രസിന്റെ വലിയൊരു ടവറിംഗ് നേതാവ് ഉയർന്നു വരുന്നു എന്നുള്ളത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? എൻ്റെ അഭിലാഷ്, ഈ ജുഗൽബന്ദിയൊക്കെ ഒന്ന് ഈ തവളയും ലോറിയും ഒക്കെ ആയിട്ട് സംസാരിക്കട്ടെ. ആ തർക്കം രാഹുൽ ഗാന്ധിയും വയനാടുമായതുകൊണ്ട് തവള ആരാണ് ലോറി ആരാണ് ആ തർക്കം അവർ തീർക്കട്ടെ. ജുഗൽബന്ദിയെക്കുറിച്ച് പറഞ്ഞ ഈ ജുഗൽബന്ദി ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. 2014 ജുഗൽബന്ദി ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറയട്ടെ എൻ്റെ അഭിലാഷേ. സീറ്റ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ജുഗൽബന്ദി ഈ പല ജുഗൽബന്ദികൾ പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് ജുഗൽബന്ദികൾ എപ്പോഴും വിജയിച്ചോണമെന്നില്ല, ചില സമയത്ത് വിജയിച്ചെന്ന് വരാം. BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എവിടെ പ്രവർത്തിച്ചാലും എവിടെ കോൺസെൻട്രേറ്റ് ചെയ്താലും BJPയെ അത് ബാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബേസ് വോട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയും കോൺഗ്രസുമായി നേരിട്ട് മത്സരം നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJPക്കാണ് മേൽക്കൈ. മധ്യപ്രദേശിൽ BJPയും കോൺഗ്രസുമായി മത്സരിച്ചു, മുഴുവൻ സീറ്റും ഞങ്ങൾ ജയിച്ചു. ഹിമാചൽ BJPയും കോൺഗ്രസ്, ഞങ്ങൾ മുഴുവൻ ജയിച്ചു. തെലങ്കാന BJPയും കോൺഗ്രസ് മത്സരിച്ചു, 50-50. അതല്ലേ ശരി? അപ്പോൾ BJPയും കോൺഗ്രസുമായി നേരിട്ട് നടന്ന മത്സരങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈ ഉണ്ടായിരിക്കുന്നത് BJPക്കാണ്. കഴിഞ്ഞ തവണയുമായും 2019-മായും 2014-മായും സ്ട്രൈക്ക് റേറ്റ് ഒന്ന് താരതമ്യം ചെയ്യൂ. ശരിയാണ്, കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിച്ച സീറ്റുകളിൽ കൂടുതൽ BJP ജയിച്ചു. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലം എങ്ങനെയായിരുന്നു? എത്ര ചെറിയ സീറ്റിലായിരുന്നു കോൺഗ്രസ് ജയിച്ചത്? ഇത്തവണ കാര്യങ്ങൾ മാറിയില്ലേ? കഴിഞ്ഞ തവണത്തേക്കാൾ 62 സീറ്റ് BJP നഷ്ടപ്പെടുത്തി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 62 സീറ്റ് നഷ്ടപ്പെടുത്തിയപ്പോൾ അതിൽ കൂടുതൽ സീറ്റ് പിടിച്ചത് കോൺഗ്രസ് ആണ്. അഭിലാഷ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 240 സീറ്റ് കിട്ടിയതിനേക്കാൾ വലിയ വിജയമായിട്ടാണോ നിങ്ങൾ ഈ 99 സീറ്റിനെ കാണുന്നത്? ഇല്ല, അങ്ങനെ കാണുന്നില്ല. 10 വർഷം ഭരിച്ചിട്ട് 10 വർഷം ഭരണത്തിലിരുന്ന BJPക്ക് 60 സീറ്റ് കുറഞ്ഞു. ശരിയാ, ഞാനില്ലാന്ന് പറയുന്നില്ല. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് BJPക്കെതിരെ അതിശക്തമായ പ്രചരണം നടത്തി ഇന്ത്യ മുഴുവൻ സഖ്യമുണ്ടാക്കി BJPയെ NDA തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എത്രയാ? 99 100 തികഞ്ഞിട്ടില്ല. 2 സ്വതന്ത്രന്മാർ കൂടെ വരുമ്പോഴാണ് 101 ആകുന്നത്. 99 കിട്ടിയ ഒരു പാർട്ടിയുടെ നേതാവിനെയാണ് നിങ്ങൾ. അല്ല ശ്രീ നാരായണ നമ്പൂതിരി, ആ 99 കിട്ടുന്ന സാഹചര്യം കൂടി നമ്മൾ കാണണ്ടേ? ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതിരുന്ന സകല സംവിധാനങ്ങളും BJPയുടെ ഒപ്പം ഉണ്ടായിരുന്ന, മണി, മസിൽ, മീഡിയ, മെഷീനറി സകലതും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, അങ്ങേയറ്റത്ത് വളരെ ദുർബലരായ ഒരു കൂട്ടം ഒപ്പോസിഷൻ പാർട്ടികൾ മാത്രമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് 62 സീറ്റ് കുറയുന്നത്. 400 പാർ നേടാൻ പോയ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് 62 സീറ്റ് കുറയുന്നത്. കോൺഗ്രസിന്റെ സീറ്റ് ഏതാണ്ട് ഇരട്ടിയാവുന്നത്. ആ വ്യത്യാസം ഇല്ലേ അവിടെ? നിശ്ചയമായും ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് 99-ലെ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ, 96-ലെ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ കോൺഗ്രസ് വലിയ പരാജയം നേരിട്ടു എന്നേ ഞാൻ പറയൂ. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ 3rd വേഴ്സ്റ്റ് നമ്പറാണ്. പക്ഷേ അതിന് വിജയത്തിന് തിളക്കം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒന്നുകിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. പറഞ്ഞോളൂ അഭിലാഷ്, ഒന്നുകിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കും. അതല്ലാതെ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാൻ നിങ്ങളിത് മൈതാന പ്രസംഗം നടത്തിയിട്ട് എന്താ അവതാരക? പറഞ്ഞോ. നിങ്ങൾ ഈ സാധാരണ വേറെ നിരീക്ഷകന്മാരെ പോലെ നിങ്ങൾ വേറെ ആരെ സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. കാര്യം പറഞ്ഞോ. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടിയാണല്ലോ ഞാൻ തരുന്നത്. പറഞ്ഞോ. ആ
അല്ല പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചോദ്യം നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് പറയാൻ. ശരി, അല്ല വായ അടച്ചിട്ട് വേണ്ടേ എന്റെ വാ തുറക്കാൻ. അല്ല, എന്റെ ഒരു എതിരഭിപ്രായം പറഞ്ഞാണ്, നമ്മൾ ചോദിച്ചും പറഞ്ഞു പോകുന്നല്ലേ അതിനൊരു ഭംഗി. ശ്രീത അല്ല ഈ ചോദ്യം എന്നോട് മാത്രമാകുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഞാൻ BJPക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ മാത്രം അഭിലാഷിന് ചോദ്യം ഉയരുകയും 99 സീറ്റ് കിട്ടി അത് ജയമാണെന്ന് പറയുന്നിടത്ത് സന്തോഷത്തോടെ കൈകൊട്ടി ആടിപ്പാടുകയും ചെയ്യുന്നത് കാണുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. അല്ല, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം ചോദിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചോദ്യങ്ങൾ ഉണ്ടാവണം, ചോദ്യങ്ങൾ ഉണ്ടായിക്കോളെ, പക്ഷെ എന്നെ പറയാൻ അനുവദിച്ചുകൊണ്ട് വേണം. എന്റെ വായ അടപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതുകൊണ്ടേ ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം 91 അല്ലെങ്കിൽ 84 400-ലേറെ സീറ്റ് നേടിയാണ് ശ്രീ രാജീവ് ഗാന്ധി രാജ്യത്ത് അധികാരത്തിൽ വന്നത്. 400-ലേറെ സീറ്റ് നേടി വന്ന രാജീവ് ഗാന്ധി അതിനുശേഷം കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടിയത്? 400 സീറ്റ് നേടിയതിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഘട്ടത്തിലെ 231 സീറ്റാണ്. ഇല്ല, നരസിംഹറാവുവിന്റെ തെരഞ്ഞെടുപ്പിലെ 231 സീറ്റ്. 84-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 200 സീറ്റ് തയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ 91-ലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 91-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം? 2024 വരെ. ഓക്കെ, 2006-ൽ 206, 2006-ന് ശേഷം 2006-ന് ശേഷം 2006-ലല്ല 2009-ലാണ് 2014 കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ താഴെ. 91-ൽ 231 സീറ്റ്, ബാക്കി എല്ലാം 200 സീറ്റിൽ താഴെ. ഉത്തർപ്രദേശിൽ സഖ്യത്തോടെ മത്സരിച്ചപ്പോഴും 1 സീറ്റ്. കഴിഞ്ഞ തവണയും സമാജ്വാദി പാർട്ടി റായ്ബറേലിയിലും അമേത്തിയിലും പിന്തുണ കൊടുത്തു, അവിടെ റായ്ബറേലി മാത്രമാണ് ജയിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒരു ഭീകരനായി ഞങ്ങളെ തകർക്കാൻ വരുന്നു എന്നൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയക്കാരനെ പോലെയും പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ, യാത്ര നടത്തട്ടെ, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. അതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വരട്ടെ. നമുക്ക് കാണാം നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറഞ്ഞില്ലയോ? വരട്ടെ, സമയമുണ്ടല്ലോ സാർ. ഇനിയൊരു തെരഞ്ഞെടുപ്പിന് കാലങ്ങളുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ അടുത്ത വർഷം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ, മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ആ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നേരം അഭിലാഷ് ഇതൊക്കെ പറയണം കേട്ടോ. ഒരു എമർജിങ് ടൈക്കൂൺ, എമർജിങ് ലീഡർ അന്നേരം പറയണം കേട്ടോ. നമ്മളൊക്കെ കാണണം ആ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒന്ന് കാണണം. അല്ല, അതേ എനിക്കും പറയാനുള്ളൂ. ഈ വർഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് 1 ലക്ഷം രൂപ കൊടുക്കും. ജൂലൈ 5 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ, ജൂലൈ 5 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ അക്കൗണ്ടിൽ 8500 രൂപ നിക്ഷേപിച്ചിരിക്കും. കടാപ്പട്ടെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇപ്പൊ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് സ്ത്രീകൾ ഓടിച്ചോണ്ടിരിക്കുക. എവിടെ കാശെന്ന് ചോദിച്ചോണ്ട്. ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ ജയിക്കാൻ വേണ്ടി എന്ത് നെറുകേടും പറയാം. ഈ വാങ്ങിച്ച ഡേറ്റയൊക്കെ എന്താ ചെയ്തേ? വരാൻ പോവുകയാ. കളക്ട് ചെയ്ത ഡേറ്റകൾ, ആളുകളുടെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആ ഡേറ്റ എന്താ ചെയ്തേ? ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ജയിക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുക. എന്താ ഡേറ്റ കച്ചവടം ചെയ്യാനാണോ? ശരി, ഓക്കെ, ശരി, അതാണല്ലോ പോയിന്റ്. ചോദ്യങ്ങൾ വരികയാണ് ഇനി. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ശരി, ഓക്കെ, നല്ലത്. ചോദ്യങ്ങൾ വേണമല്ലോ ജനാധിപത്യത്തിൽ.